നരേന്ദ്രമോദി മുതൽ എം.വി. ഗോവിന്ദൻ വരെ തേടിയെത്തി രാഷ്ട്രീയ നേതൃത്വങ്ങളെ അമ്പരപ്പിച്ച ഒരു ജ്യോത്സ്യൻ. കണ്ണൂരിലെ പയ്യന്നൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ ഒരു ജ്യോത്സ്യനെ സന്ദർശിച്ച സംഭവം രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരുന്നു. എന്നാൽ ഗോവിന്ദൻ മാഷിന്റെ ഈ സന്ദർശനം കേവലം ഒരു പ്രാദേശിക കൂടിക്കാഴ്ചയായിരുന്നില്ല, മറിച്ച് രാജ്യത്തെ രാഷ്ട്രീയ, ബിസിനസ്, നീതിന്യായ മേഖലകളിലെ പ്രമുഖർ രഹസ്യമായി തേടിയെത്തുന്ന പ്രശസ്ത ജ്യോത്സ്യൻ മാധവ പൊതുവാളിനെയാണ് അദ്ദേഹം സന്ദർശിച്ചത്. ഈ കൂടിക്കാഴ്ചയെ ഗോവിന്ദൻ മാഷ് ഒരു കുടുംബ സുഹൃത്തിനെ കാണാൻ പോയതെന്നാണ് വിശദീകരിച്ചത്. പക്ഷേ ഈ സംഭവം മാധവ പൊതുവാൾ എന്ന അസാധാരണ വ്യക്തിത്വത്തെ വീണ്ടും ജനശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ടിലേറെയായി ജ്യോതിഷത്തിൽ വേരുകളുള്ള പയ്യന്നൂരിലെ പൊതുവാൾ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ കണ്ണിയാണ് മാധവ പൊതുവാൾ. ഇദ്ദേഹത്തിന്റെ പക്കൽ ഉപദേശം തേടിയെത്തുന്നവരുടെ നിര അതിശയിപ്പിക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വ്യവസായ ഭീമൻ ഗൗതം അദാനി, സുപ്രീം കോടതി ജഡ്ജിമാർ തുടങ്ങി ഇന്ത്യയിലെ അധികാര കേന്ദ്രങ്ങളിലെ ഉന്നതർ പോലും ഇദ്ദേഹത്തെ കാണാൻ വിമാനങ്ങളിൽ പറന്നെത്താറുണ്ട്. മാധവ പൊതുവാളും അധികാര കേന്ദ്രങ്ങളുമായുള്ള ബന്ധം തുടങ്ങിയത് ഏകദേശം ഒരു പതിറ്റാണ്ട് മുൻപാണ്. 2010 സോറാബ്ദീൻ ഷെയ്ഖ് ഏറ്റുമുട്ടൽ കേസിൽ പ്രതിരോധത്തിലായ അമിത്ഷായ്ക്ക് വേണ്ടി അദ്ദേഹവുമായി അടുപ്പമുള്ള 3 പേർ പയ്യന്നൂരിൽ ജാതകവുമായി എത്തി. അന്ന് അമിത്ഷായെ നേരിട്ട് പരിചയമില്ലായിരുന്ന മാധവ പൊതുവാൾ ജാതകം വിശദമായി പഠിച്ച ശേഷം കേസിൽ അദ്ദേഹം എപ്പോൾ കുറ്റവിമുക്തനാകുമെന്ന് കൃത്യമായി പ്രവചിച്ചു. ആ പ്രവചനം യാഥാർത്ഥ്യമായതോടെയാണ് അമിത്ഷായും മാധവ പൊതുവാളും തമ്മിലുള്ള ആത്മബന്ധം ആരംഭിക്കുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ അമിത്ഷാ പയ്യന്നൂരിലെത്തി. പൊതുവാളിന്റെ നിർദ്ദേശപ്രകാരം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും ദർശനം നടത്തി. സ്വർണ്ണക്കുട പൂജ പോലുള്ള വഴിപാടുകളും അദ്ദേഹം നടത്തി. പിന്നീട് പയ്യന്നൂർ, ബംഗളൂരു, ഡൽഹി, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ വെച്ച് ഇരുവരും പലതവണ കണ്ടുമുട്ടി. അടുത്തിടെ കേരളം സന്ദർശിച്ചപ്പോഴും അമിത്ഷാ പൊതുവാളിനെ കാണാനെത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി പദം പ്രവചിച്ചതിലൂടെയാണ് മാധവ പൊതുവാളിന്റെ പ്രശസ്തി കൂടുതൽ വർദ്ധിച്ചത്. 2012 ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജാതകത്തിൽ അപൂർവമായ ചക്രവർത്തി യോഗമുണ്ടെന്ന് പൊതുവാൾ പ്രവചിച്ചു. കേവലം 2 വർഷത്തിനുള്ളിൽ ആ പ്രവചനം യാഥാർത്ഥ്യമായി. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. അന്നു മുതൽ ഇരുവരും തമ്മിലുള്ള സൗഹൃദം നിലനിൽക്കുന്നു.